പിന്നെ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ബിസിയാണല്ലോ. വേറെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു തെലുങ്കില് അല്ലെങ്കിൽ തമിഴ് പോലെ ഒന്നല്ലല്ലോ. അവര് ഇങ്ങനെ ആഞ്ഞു നടക്കല്ലേ. അതായത് നാളെ ലോകാവസാനമാണ്, ഇന്ന് തന്നെ ഇതൊക്കെ കൂടി വെട്ടിപ്പിടിക്കണമെന്നുള്ളൊരു ചിന്താഗതിയിൽ ഒരു റെസ്റ്റൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ അവർ അടുത്ത വരാൻ പോണ ഈ ഇപ്പോൾ കഴിഞ്ഞ സിനിമയുടെ പ്രൊമോഷനാ അല്ലെങ്കിൽ അതിന് ഇത്ര ദിവസം മാറ്റി വെക്കണമെന്ന് അങ്ങനെയൊന്നും അവർ ചില ആൾക്കാരൊന്നും ചിന്തിക്കണമെന്നില്ല. കേരളത്തിൽ ഈ കൂടിക്കൊണ്ടിരിക്കണ ഈ രീതിയിലുള്ള വയലൻസും പ്രശ്നങ്ങളുടെ ഒക്കെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഡ്രഗ്സ് പതുക്കെ തോന്നി ഒരു 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 സെർട്ടൻ ഇതിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്രെയിൻ തന്നെ വേറെ ഇതിലോട്ട് പോകും. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കണ സിസ്റ്ററാണോ അല്ലെങ്കിൽ മദറാണോ റിലേറ്റീവ്സ് ആണോ അവരായിട്ടുള്ള ഒരു എമോഷൻ ഇതൊന്നും വർക്കൗട്ട് ആകാത്തൊരു സ്ഥിതിയിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കണം. അല്ലാതെ സ്വഭാവത്തോടു കൂടി ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മെൻ്റൽ സംഗതി വന്നിട്ടുണ്ടായിരിക്കും. ആദ്യം ഒരു 1 ലൈൻ പറയും, പിന്നെ സ്ക്രിപ്റ്റ് ഫുള്ള് ഇരുന്നിട്ട് കേൾക്കും. നമ്മുടെ സജഷൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയും ഇന്നതാണ്. ചില ആൾക്കാർ പറയും പറ്റൂല, ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ കയ്യിലിരിക്കണ കാശല്ലേ ഇരുന്നോട്ടെ എന്ന് പറയും. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ ആദ്യത്തെ ഷോ തുടങ്ങി തന്നെ ഒരു മോശം സിനിമയാണ്, ആ സിനിമയിൽ ഒന്നുമില്ല, ഒരു കഥയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ അറിയാലോ, ആദ്യത്തെ ഒരു 2 ഷോയിൽ ആൾക്കാർ കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ പരിപാടി പിന്നെ അതിന് എത്ര പൊക്കിക്കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അതാണ് മലയാള സിനിമയുടെ ഒരു സ്വഭാവമുള്ളത്. 2018 വെള്ളപ്പൊക്കത്തിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യണം. ഇല്ലെങ്കിൽ ചരിത്രത്തോട് ചെയ്യണം, വലിയ ഒരു വഞ്ചനയായിരിക്കും. ഇത് 20 വർഷം കഴിയുമ്പോൾ 2018 വെള്ളപ്പൊക്കത്തിനെ പറ്റി പഠിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു സിനിമ അല്ല ഇതിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണ്ടത്തരം വരുന്നു ആ സിനിമ എന്നാ. പക്ഷെ അത് പല ആൾക്കാരും ഏറ്റെടുത്ത് ഇപ്പോൾ അറിയാലോ, അതിനുശേഷം അവാർഡും മറ്റേതൊക്കെ വരുമ്പോൾ കൺസിഡർ ചെയ്യാതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ 10 കോടി കടന്നു, 20 കോടി കടന്നു, 30 കോടി കടന്നു. ഇത് ബമ്പർ ഇതാണ്, ഹിറ്റാണ്, ജനങ്ങളെ ഏറ്റെടുത്തു, മനസ്സറിഞ്ഞ വിജയം സാധാരണ എഴുതാനാണ് വന്നിട്ടുണ്ടല്ലോ. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ല. അവൻ നഷ്ടം വന്നു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമോ എന്നുള്ള വിഷമത്തിലിരിക്കും. മാമാങ്കത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 130 കോടി അങ്ങനെ ഒരു കളക്ഷൻ പോസ്റ്റർ കാണുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പല കാലഘട്ടങ്ങളിലും പല മണ്ടത്തരങ്ങൾ പറ്റുമെന്ന് അറിയില്ലേ. അത് എൻ്റെ അടുത്ത്, അതായത് പല ആൾക്കാരും എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ജനങ്ങൾ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിൽ നീന്താൻ അറിയാൻ പാടില്ലാതെ ചാടി മുങ്ങി പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ട് പിടിക്കാറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പിടിക്കും. സിനിമ തിയേറ്ററിലോട്ട് വന്ന് ജനങ്ങൾ ആദ്യത്തെ 2 ദിവസം ഭയങ്കര കളക്ഷനായിരുന്നു, പിന്നെ നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറയണത് നമുക്ക് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്താൽ എന്താണ്, പിന്നെ ഈ പറയണ 115 കൂടെ പോസ്റ്റർ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ പല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പരിചയമില്ലാത്ത എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പം നമ്മുടെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ TDM ഹാൾ ഗ്രൗണ്ടിൽ നമുക്കൊരു ചെറിയ ഒരു ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു കേക്ക് കട്ടിങ് ഇതൊക്കെ. ഞാൻ പറഞ്ഞാൽ ഒരു കേക്ക് കട്ടി ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ള് എൻ്റെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി ഈ പരിപാടിക്ക് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കേക്കും കട്ട് ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. പക്ഷെ അതൊക്കെ അന്ന് മാത്രമായിരുന്നു. പിന്നെ അതിനുശേഷം പണികൾ എന്താണെന്ന് പഠിച്ച്, എന്താണ് സിനിമയെന്ന് മനസ്സിലാക്കി, എന്താണ് ഡയറക്ടർ എന്ന് മനസ്സിലാക്കി, എന്താണ് സ്ക്രിപ്റ്റ് എന്ന് മനസ്സിലാക്കി, ഡയറക്ടറിൻ്റെ കഴിവ് മാത്രമല്ല അയാളുടെ സ്വഭാവം എന്താണെന്ന് നോക്കണമെന്ന് വിചാരിച്ച്, പറ്റാത്ത ആർട്ടിസ്റ്റുകളും അങ്ങനെ. അതിനുശേഷം ഇത്ര സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എൻ്റെ ഒരു സിനിമയെ പറ്റി ഒരു വിവാദം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുള്ളത്. അത് ആദ്യത്തെ എന്തെന്നാലും നമ്മുടെ ഒരു അബദ്ധത്തിൻ്റെ ഒരു യാത്രയായിരുന്നു. എങ്ങനെയാ അതിന്നൊരു നെക്സ്റ്റിലേക്ക് വേണ്ട, ഇതൊന്നും വേണ്ട, ബിസിനസ് മതി എന്ന് തീരുമാനിച്ചു പോവാതെ തിരിച്ചു? ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഭയങ്കര സിനിമ മോഹം ഇതൊന്നും ആയിട്ടില്ല. ഞാൻ അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു ബിസിനസ്സുകാരനാണ്, അധികം ഫുൾ ടൈം ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ പറയണ എന്നെയും മീൻപിടുത്തക്കാരനും സ്വിഗ്ഗിയൊക്കെ ആയ ആൾക്കാരാണ് അതിൽ ഞാൻ വീണ്ടും സിനിമയിൽ നിന്നതിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു വാശിയാണ് എന്നാൽ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് പോവാന്നുള്ളത്. പക്ഷെ എന്നിട്ട് അവന്മാര് പാഠം പഠിച്ചിട്ടില്ല. ഇപ്പോഴും എന്നെ ഇടക്ക് പറഞ്ഞിട്ടില്ല, അതൊരു കാര്യമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം വന്നാക്കുന്ന സിനിമകളെല്ലാം ഞാൻ അത്യാവശ്യം നോക്കി, സ്ക്രിപ്റ്റുകൾ നോക്കി, അങ്ങനെ ഡയറക്ടറിൻ്റെ സ്വഭാവം നോക്കി, അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ പ്രശ്നക്കാരായ ആക്ടേഴ്സിനൊന്നും ഇത് ചെയ്യാറില്ല. പിന്നെ ഭയങ്കരമായിട്ട് സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് കഥയും ഇതൊക്കെ എടുക്കുന്നത്. നമ്മളതിൻ്റെ ഫുള്ള് ആദ്യം ഒരു 1 ലൈൻ പറയും, പിന്നെ സ്ക്രിപ്റ്റ് ഫുള്ള് ഇരുന്നിട്ട് കേൾക്കും. നമ്മുടെ സജഷൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയും ഇന്നതാണ്. ചില ആൾക്കാർ പറയും പറ്റൂല, ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ കയ്യിലിരിക്കണ കാശല്ലേ ഇരുന്നോട്ടെ എന്ന് പറയും. ചില ആൾക്കാർ കോംപ്രമൈസിന് വരും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന ചെയ്യാമെന്നൊക്കെ പറയും. അങ്ങനെ എൻ്റേതായ ചിലത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും കൂടെ നമ്മളൊരു കൊലപാതകത്തിന്റെ ന്യൂസ് കേട്ടിട്ടുള്ള. ഇപ്പോഴത്തെ
മറ്റൊന്ന് സിനിമയെ റിലേറ്റ് ചെയ്തുള്ള ആ വിഷയം കൂടെ കൊണ്ടുവരുന്നത് വയലൻസ്, സിനിമയിലെ വയലൻസ് യൂത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല, ആഷിഖ് അബു ഇവരൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത്. സാറിന് എന്താ ഈ വയലൻസ് സ്വാധീനിക്കും തോന്നുന്നുണ്ടോ? സാർ അങ്ങനെ ഒരു ഇപ്പം റീസെന്റ് ഇറങ്ങിയ കുറച്ച് സിനിമകളാണല്ലോ എടുത്ത് പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമ ഒന്ന് സാർ ചെയ്യും? എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇങ്ങനത്തെ ഒരു ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് ഉള്ള സിനിമകളൊന്നും ഒന്നാം കാര്യം ഞാൻ കാണില്ല. നമ്മുടെ ഒരു ബേസിക് സ്വഭാവം ഉണ്ട്. ഇപ്പം എനിക്കൊരു സിനിമയിൽ ഒരു രോഗി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ കാണുമ്പോൾ ഞാൻ തലതിരിഞ്ഞിരിക്കും. എനിക്ക് അതുപോലും കാണാനായിട്ടുള്ള ഇതില്ലാത്തൊരു ലോല ഹൃദയനാണ്. അപ്പം ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഈ പറയുന്ന ഇതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. പിന്നെ ഈ പറയുന്ന രീതിയിൽ വന്നിട്ട് സിനിമകളൊന്നും ഞാൻ കാണാറില്ല. ഇപ്പം ഈ നമ്മളിപ്പോൾ ഹോളിവുഡ് സിനിമ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വന്നിട്ട് ഗ്ലാഡിയേറ്റർ, അതിലൊക്കെ കുറേ സീനുകളുണ്ട്. അതൊക്കെ വരുമ്പോൾ ഞാൻ അതിലോട്ട് നോക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരിക്കലും അങ്ങനത്തെ സിനിമകൾ ഒരിക്കലും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ചെയ്യണതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ സിനിമ ചെയ്യില്ല. പിന്നെ അതുകൊണ്ട് ഒരു സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഈ കൂടിക്കൊണ്ടിരിക്കണ ഈ രീതിയിലുള്ള വയലൻസും പ്രശ്നങ്ങളുടെയൊക്കെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഡ്രഗ്സ് പതുക്കെ തോന്നി ഒരു സെർട്ടൻ ഇതിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്രെയിൻ തന്നെ വേറെ ഇതിലോട്ട് പോകും. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന സിസ്റ്ററാണോ അല്ലെങ്കിൽ മദറാണോ റിലേറ്റീവ്സ് ആണോ അവരായിട്ടുള്ള ഒരു എമോഷൻ ഇതൊന്നും വർക്കൗട്ട് ആകാത്തൊരു സ്ഥിതിയിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കണം. അല്ലാതെ സ്വഭാവത്തോടുകൂടി ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മെൻ്റൽ സംഗതി വന്നിട്ടുണ്ടായിരിക്കാം. മനസ്സിലായി? അപ്പോൾ ഇതേതെങ്കിലും ആണ്. അല്ലാതെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അത് വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഐഡിയകൾ ചിലപ്പോൾ എടുക്കുകയായിരിക്കാം. അല്ലാതെ ഒരിക്കലും ഒരു സമൂഹത്തിലൊരു വ്യക്തിനെ ഒന്നും സിനിമക്ക് അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മാളികപ്പുറം, 2018, ചാവേർ, 3 സിനിമകളെ പറ്റി എനിക്ക് അതിലൊരു 2 വളരെയധികം സക്സസ് ആയത് തന്നെയാണ്. എന്നാലും ചർച്ച ഉണ്ടായിരുന്നു 2018 നമ്മുടെ ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നതിനെ കാണിച്ചില്ല, അങ്ങനെ മെൻഷനേ വന്നില്ല. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ലേ, രാത്രി വരുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാത്തിരുന്നൊരു ജനത ഉണ്ടായിരുന്നു എന്നൊരു വിമർശനം വന്നിരുന്നു. അങ്ങനെ സാറിന് അതിലെന്താ തോന്നി 2018 ഉൾക്കൊള്ളിക്കാൻ? അത് ഇതെന്താണെന്നറിയാമോ, നമുക്ക് ഈ മലയാളികൾക്ക് ഒരു നല്ല ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ല, ആർട്ടിസ്റ്റുകളുടെ പുറത്ത് ഒരു അടിമത്ത ഇതുണ്ട്. അതായത് ഇപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പണ്ട് ഇതില്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ, അതായത് എനിക്ക് ഒരു 200-300 വർഷങ്ങൾക്ക് മുന്നേ ഈ അടിമത്ത സ്ഥിതിയിൽ എന്താണ് ഈ പറയണം, നമ്മുടെ മേലാളിൽ നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മാറി നിൽക്കണം. ആ ഒരു ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇതൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു വകഭേദമൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ പെട്ടെന്ന് മാറിപ്പോയി. 2018 മുഖ്യമന്ത്രി ഓക്കെ 2018 ഇത് അങ്ങനത്തെ ഒരു അടിമത്ത ഇത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇതേപോലെ തന്നെ രാഷ്ട്രീയത്തിലുള്ളത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ അവരുടെ എല്ലാം ഒരു നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നും. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതാണ് കറക്റ്റ്. എത്ര അഴിമതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിമതിയല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലോട്ട് നമ്മളൊരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ എത്തിപ്പെടുകയാണ്. അല്ലാതെ നമ്മളൊരു വിശാലമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല. ഓക്കെ, പിന്നെ എൻ്റെ നേതാവാണ്, പക്ഷെ അവനാൾ ഇന്ന പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ ഒരാൾ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നതാണെന്ന് അത് നമുക്കൊരു സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ഒരു കഴിവുണ്ട്. പക്ഷെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അടിമത്ത സംഗതി വന്നു കഴിഞ്ഞിട്ട് ആ കഴിവിനെ പതുക്കെ മാറ്റി വെക്കണം. അപ്പം അങ്ങനെയുള്ള കുറേ അധികം ആൾക്കാർ പറഞ്ഞ്, അതായത് അവരുദ്ദേശിച്ചാക്കണ പല സംഗതികളും അതിൽ കണ്ടില്ല അവർ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തെന്നാ പറയണത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവരും കൂടി കുറച്ച് ഫണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യുക, ഈ പറയണ ഫുൾ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് 2.5 മണിക്കൂറിലൊരു സിനിമ ചെയ്യണം. ആ സിനിമയിൽ ഈ പറയണ ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം പാടില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടണ ഒരു ഇതായിരിക്കണം. ഇങ്ങനത്തെ 100 കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ നടന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മീൻ പിടിക്കാൻ പോകണം, മറ്റേ കാര്യങ്ങൾ അത് കേൾക്കുകയും ചെയ്യണം അവർ പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ ഇത് അന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കണ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജൂഡ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കുറേ ഡോക്യുമെൻ്ററിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ പറയുന്ന എല്ലാം കറക്റ്റ് തന്നെ. ഇവിടുത്തെ പോലീസ് ഫോഴ്സ്, ഇവിടുത്തെ ഫയർ ഫോഴ്സ്, അല്ലെങ്കിൽ സാധാരണ കുറേ ജനങ്ങൾ, ഇവരെല്ലാവരും അതിൽ ഇടപെട്ടിട്ടുണ്ട്. അവരൊന്നും ഒരു മോശക്കാരനാണെന്ന് ഞാൻ പറയണില്ല. ഞാനിപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യണം. ഇല്ലെങ്കിൽ ചരിത്രത്തോട് ചെയ്യണം, വലിയ ഒരു വഞ്ചനയായിരിക്കും. ഇത് 20 വർഷം കഴിയുമ്പോൾ 2018 വെള്ളപ്പൊക്കത്തിനെ പറ്റി പഠിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു സിനിമ അല്ല ഇതിൽ.
അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണ്ടത്തരമായിരുന്നു ആ സിനിമ എന്നാ. പക്ഷെ അത് പല ആൾക്കാരും ഏറ്റെടുത്ത് ഇപ്പോൾ അറിയാലോ, അതിനുശേഷം അവാർഡും മറ്റേതൊക്കെ വരുമ്പോൾ കൺസിഡർ ചെയ്യാതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇല്ലെന്ന് എനിക്ക് ഓസ്കാർ വരെയും പോയ ഒരു സിനിമനാണ്. ഇവിടെ അത് മൈൻഡ് ചെയ്യാതെ വിടണമെന്നൊന്നും അറിയാമല്ല. പിന്നെ അത് കേരളമാണ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു അതാണ്. അതിന് ഇന്ന പാർട്ടിയെന്നൊന്നുമില്ല, ഏത് പാർട്ടിയും അത് അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ അവരത് ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മളെ മാളികപ്പുറവും ചാവേറിലും ഇതൊരു വിഷയമായിരുന്നു, പൊളിറ്റിക്സ് ഒരു പ്രശ്നമായിരുന്നു. മാളികപ്പുറം ഒരു പ്രൊപ്പഗണ്ടയാന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ ചാവേറിനെ അത് ബാധിച്ചത് അതുകൊണ്ടാണ് കരുതുന്നുണ്ടോ? മാളികപ്പുറത്തിന് 2018 അത് ബാധിച്ചില്ല. ചാവേർ ഈ പറഞ്ഞ രീതിയിൽ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവാത്തൊരു സിനിമയാണ്. പക്ഷെ നമ്മളത് നമുക്കങ്ങനെ ഒരു നഷ്ടമൊന്നും വന്നില്ല. അത്യാവശ്യം ലാഭം കിട്ടിയ സിനിമയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് OTT നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2018 ഇതെല്ലാം ഇത്ര ഹിറ്റ് ആയതുകൊണ്ട് അതേ ടീമുള്ള തന്നെ ചാവേർ നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഈ പറയുന്ന അതിൽ ചില ആർട്ടിസ്റ്റുകളുടെ രാഷ്ട്രീയം, പിന്നെ അതേപോലെ സിനിമയുടെ മൊത്തം ഒരു രാഷ്ട്രീയം, ചില അറിയാലോ കണ്ണൂർ ഏരിയയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ ആദ്യത്തെ ഷോ തുടങ്ങി തന്നെ ഒരു മോശം സിനിമയാണ്, ആ സിനിമയിൽ ഒന്നുമില്ല, ഒരു കഥയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അറിയാലോ, ആദ്യത്തെ ഒരു 2 ഷോയിൽ ആൾക്കാർ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ പരിപാടി പിന്നെ അതിന് എത്ര പൊക്കിക്കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അതാണ് സിനിമയുടെ മലയാള സിനിമയുടെ ഒരു സ്വഭാവമുള്ളത്. അപ്പോൾ നമ്മളത് ഡീഗ്രേഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. സിനിമക്ക് ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഉദ്ദേശിച്ച രീതിയിൽ സിനിമ വന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സിനിമയാണ്. എൻ്റെ അടുത്ത് അതിന് ശേഷം കണ്ടാക്കണം പല ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ ഇതുവരെയും ചെയ്താക്കണ സിനിമയിൽ ഏറ്റവും നല്ലത് ചാവേറാണെന്ന് പറഞ്ഞാക്കണുണ്ട്. മേക്കിംഗ് അതിൻ്റെ അത്ര സാധ്യമായ മേക്കിംഗ്, എഡിറ്റിംഗ് ആയിരുന്നു, പിന്നെ അതിൻ്റെ മ്യൂസിക് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള മ്യൂസിക് ആയിരുന്നു, ക്യാമറ ഇതായിരുന്നു, നല്ല ബഡ്ജറ്റിൽ ചെയ്താക്കണ സിനിമയായിരുന്നു. പക്ഷേ ഇതാണ് ഈ പറയുന്ന ആൾക്കാരുടെ പ്രതീക്ഷക്ക് ഒത്തു കഴിഞ്ഞിട്ട് അങ്ങനെ സിനിമ വന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജനങ്ങൾ കയറാനൊരു ചാൻസ് കൊടുത്തില്ല. അതിന് മുന്നേ തന്നെ അതിനെ വലിച്ച് താഴോട്ട് ഇട്ടെന്നുള്ളത് മനഃപൂർവ്വമല്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിൽ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന്റെ കുറച്ച് സംഗതിയൊക്കെ ഉണ്ട്. അവർ ചില ആൾക്കാരുടെ രാഷ്ട്രീയത്തിനെതിരാണ്, അല്ലെങ്കിൽ അവരെയാണ് ടാർഗറ്റ് ചെയ്താക്കണത് എന്നുള്ളൊരു ഇതൊക്കെ വന്നുകൊണ്ടൊക്കെ ആയിരിക്കാം അത് തന്നെ. പിന്നെ ഓരോ സിനിമക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫെയ്ത്ത് ഉണ്ട്. ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ആഴ്ചയിൽ ഈ പറയുന്ന 10 സിനിമയൊക്കെ വരും എന്ന് പറഞ്ഞാൽ അതിനെല്ലാത്തിനും ഒരു ഫെയ്ത്ത് ഉണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞ പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മുൻവിധി ഉണ്ട്, അവർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ പോകണുള്ളതെന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ വന്നതുണ്ട്. പക്ഷെ ചാവേർ അങ്ങനത്തെ ഒരു സിനിമ ആയിരുന്നില്ല. മാളികപ്പുറം ആണെങ്കിലും 2018 ചലച്ചിത്രം എല്ലാം കോടി ക്ലബ്ബുകളുടെ ഭാഗമായിട്ടുണ്ട്. മാളികപ്പുറം 100 കോടി അല്ലേ വേൾഡ് ഗ്രോസ് വരുന്നത്? അല്ല, 100 കോടി ഒന്നും വന്നിട്ടില്ല. 170 അല്ലേ, 170. 2018 ടോട്ടൽ ബിസിനസ്, അതായത് OTT സാറ്റലൈറ്റ് കൂടി നമ്മൾ ഏകദേശം 200 മേലുണ്ടായിരുന്നു, 210 ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയണത് സാറ്റലൈറ്റ് OTT ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട്. അന്നൊക്കെ OTT സാറ്റലൈറ്റ് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് താഴോട്ട് വന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നതാണ് ഈ കോടി ക്ലബ്ബ്. നമ്മളും പല പ്രൊഡ്യൂസേഴ്സിന്റെ ഞാനിപ്പോ സുരേഷ് ഏട്ടൻ പറഞ്ഞു കേട്ടിരുന്നു. അത് സുരേഷ് ഏട്ടൻ പറഞ്ഞത് ഒരു കണക്കിന് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന GST 30% ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത്ര കളക്ട് ചെയ്യുന്നത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകദേശം നമുക്ക് കിട്ടിയാക്കണത് മാത്രം നമ്മൾ പറയണേന്ന് ഇത്. പക്ഷെ സ്വാഭാവികമായിട്ട് അത് പറയാനായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ചമ്മലുണ്ടാവും. ഇത്ര മുടക്കി കഴിഞ്ഞാൽ ഇത്രയാണ് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത്രയെങ്കിലും വരട്ടെ ഈ ക്ലബ്ബുകളുടെ കാര്യമൊക്കെ പറയണത്. പക്ഷെ ഇതിൽ സത്യമായ ഒരു കാര്യം, ഒരു സിനിമ 25 കോടി കയറി അല്ലെങ്കിൽ 50 കോടി 100, ഇതൊന്നും ജനങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു പുച്ഛഭാവത്തിലാണ് ഇതൊക്കെ നോക്കുന്നത്. മനസ്സിലായത്? ആർക്കും അങ്ങനെ ഒരു ഇതൊന്നുമില്ല. സിനിമ നല്ലതാണ് ഈ കാണുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇടയ്ക്ക് 50 കോടി എത്തി 75 കോടി എന്നൊക്കെ അറിയുന്നത് കുറച്ച് സിനിമയായിട്ട് ഇങ്ങനെ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ശ്രദ്ധിക്കണം. അല്ലാതെ അതുകൊണ്ടൊന്നും ഒരു കാര്യം. ഒരു തരത്തിൽ പ്രേക്ഷകർ ഇപ്പൊ ഈ പോസ്റ്ററുകളൊക്കെ കാണുമ്പോഴേ ഈ നടന്റെ പടം ഇത്ര എത്തിയിട്ടുണ്ട്, ആ നടന്റെ എത്തിയിട്ടുണ്ടോ ഇല്ല, ഇനി അയാൾക്ക് അങ്ങനെ ഒരു പടം വരണം, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നില്ല. ഒരു ആക്ടറെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടി അല്ല, അത് ഇപ്പൊ ഏത് ആക്ടറാണെന്നുണ്ടെങ്കിൽ അവന് കുറച്ച് ഫാൻസും അവരുടെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കാണുന്ന സമയത്ത് അവര് ഫോളോ ചെയ്യണ ഒരു നടനുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പക്ഷെ ഇതുകൊണ്ട് വേറെ ഗുണം കിട്ടുന്ന ഒരാൾക്കാരുണ്ട്, അത് ഞാനെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പം ഞാനൊരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു റൈറ്ററാണ്, അല്ലെങ്കിൽ ഞാനൊരു ആക്ടറാണ്.
എൻ്റെ ഒരു സിനിമ എടുത്ത് ആ സിനിമ ചിലപ്പോൾ ആകെ കളക്ട് ചെയ്താക്കണ തിയേറ്ററിൽ നിന്ന് 7 കോടി ആയിരിക്കുള്ളൂ ഈ പറയണ ഗ്രോസ്. അപ്പോൾ എനിക്ക് വന്നാക്കുന്ന ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാക്സിമം വന്നാക്കെന്ന് പറഞ്ഞാൽ ഒരു 3 CR ഒക്കെ ആയിരിക്കും. ഞാനൊരു 6 കോടി മുടക്കിയിട്ടുണ്ട്. അപ്പം നഷ്ടം വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഡെസ്പടിച്ചിരിക്കുന്ന സമയത്താണ് ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കണം എന്താണ്, ഞാനിപ്പോൾ പ്രൊഡ്യൂസറാണ്, വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ സിനിമ 10 കോടി കടന്നു, 20 കോടി കടന്നു, 30 കോടി കടന്നു, ഇത് ബമ്പർ ഇതാണ്, ഹിറ്റാണ്, ജനങ്ങളെ ഏറ്റെടുത്തു, മനസ്സറിഞ്ഞ വിജയം. സാധാരണ എഴുതാൻ വന്നിട്ടുണ്ടല്ലോ. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ല. അവൻ നഷ്ടം വന്നു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമോ എന്നുള്ള വിഷമത്തിലിരിക്കുകയാണ്. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഗുണം ആ റൈറ്റർ അതുകൊണ്ട് അടുത്ത പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകണം. ഈ പറയുന്ന ഐപാഡിലോ ടാബിലൊക്കെ കാണിച്ചു കൊടുക്കുക കണ്ടില്ല ഇതാണ് എൻ്റെ പടത്തിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇരിക്കുന്ന പ്രൊഡ്യൂസർ ഇതൊന്നും പോയിട്ട് ഇപ്പം എത്രയോ സിനിമ ഇറങ്ങേണ്ട ഈ സിനിമയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. നമ്മുടെ സിനിമയെ പറ്റിയല്ലേ നമുക്കറിയുള്ളൂ. അപ്പോൾ അയാൾ വിശ്വസിക്കും ഇതാണെന്ന്. ഈ പറയുന്ന ഡയറക്ടർ പോയി കഴിഞ്ഞിട്ട് പറയാം എൻ്റെ കഴിഞ്ഞ മൂവി ഇന്നതായിരുന്നു, ഇന്നയാളായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് ഹിറ്റായി, അതിൻ്റെ 1-2 പോസ്റ്റ്. അപ്പോൾ അതിൽ ഈ പറയുന്ന 50-ാം ദിവസം 10 ദിവസം പോലും ഓടിയാറുണ്ടാവില്ല, അല്ലെങ്കിൽ 25-ാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു. ആക്ടർ ഇപ്പം ഞാനൊരു ആക്ടറെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കഴിഞ്ഞ സിനിമ ഇന്നതായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് ഇപ്പോൾ 2 CR വേണം പറയാണ്. അപ്പോൾ ഈ 3 ആൾക്കാരുടെ ഇത് കൂട്ടാൻ വേണ്ടി എക്സാക്ട് 3 പേരിടാം. ബാക്കിയൊന്നും ഈ ക്യാമറമാൻ അല്ലെങ്കിൽ അവരൊന്നും ഇതുകൊണ്ട് അവർക്ക് മൈലേജ് ഇടുന്നില്ല. ഈ ആൾക്കാരാണ്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ദീപു കരുണാകരൻ ഒരു നടിയെ പ്രൊമോഷന് വന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ പുള്ളി കൊടുക്കുന്നുണ്ട്. സാറിൻ്റെ സിനിമേൻ്റെയും ഭാഗമായിട്ടുണ്ട് അവർ. പ്രൊമോഷൻ അങ്ങനെ വരാതിരിക്കുന്ന നടന്മാരുണ്ട്. ചില സമയത്ത് ഇപ്പോൾ അവർ ചിലപ്പോൾ എവിടെയെങ്കിലും ടൂർ പോയൊക്കെ ഇരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ചിലപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞിട്ട് കോമ്പിനേഷൻ സീനിലൊക്കെ ആക്ടർ കിട്ടാതിരിക്കും. അങ്ങനത്തെ ചില സമയത്തൊക്കെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ കിട്ടാതിരിക്കാറുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണല്ലോ. വേറെ ഉള്ള അങ്ങനത്തെ ഒരു തെലുങ്കില് അല്ലെങ്കിൽ തമിഴ് പോലെ ഒന്നുമല്ലല്ലോ. അവർ ഇങ്ങനെ ആഞ്ഞു നടക്കല്ലേ. അതായത് നാളെ ലോകാവസാനമാണ്, ഇന്ന് തന്നെ ഇതൊക്കെ കൂടി വെട്ടിപ്പിടിക്കണമെന്നുള്ളൊരു ചിന്താഗതിയിൽ ഒരു റെസ്റ്റൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ അവർ അടുത്തവരാകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ സിനിമയുടെ പ്രൊമോഷനാ അല്ലെങ്കിൽ അതിന് ഇത്ര ദിവസം മാറ്റി വെക്കണമെന്ന് അങ്ങനെയൊന്നും ചില ആൾക്കാരൊന്നും ചിന്തിക്കണമെന്നില്ല. പിന്നെ ചിലർക്ക് അതിലൊരു കോൺഫിഡൻസ് തന്നെ ഉണ്ടാവില്ല. ആ സിനിമക്ക് പോയിട്ടൊരു കാര്യമില്ല, എൻ്റെ പേര് നാശമാക്കാൻ വേണ്ടി എടുത്താക്കുന്ന സിനിമയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു ജേർണിയിൽ അവരൊക്കെ ആയിട്ടുള്ള റിലേഷൻ തന്നെ പോയിട്ടുണ്ടാവായിരിക്കാം പല രീതിയിൽ. അങ്ങനത്തെ കുറേ ചില പ്രൊഡ്യൂസേഴ്സ് ആ സമയത്ത് തന്നെ പാപ്പരായിട്ടുണ്ടായിരിക്കാം, പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഇങ്ങനത്തെ എത്രയോ റീസണാണ്, നമുക്കത് അറിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു അഭിപ്രായം പറയുന്ന സമയത്ത് നമ്മളത് അറിയാതെയാണ് പറയുന്നത് എന്തുകൊണ്ട് അവർ വന്നില്ലെന്ന്. ഒരു സൈഡ് മാത്രമേ കേൾക്കുന്നു. അതെ, അങ്ങനത്തെ പല റീസണോട് ഉണ്ടായിരിക്കാം. ഞാൻ ഇവരൊക്കെ പെർഫെക്റ്റ് ആണെന്നല്ല പറയണത്. എനിക്ക് അങ്ങനത്തുള്ള കാര്യമായിട്ടുള്ള ഒരു അനുഭവങ്ങളില്ല. ചിലരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട്. റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ഈ പ്രൊമോഷനും കൂടെ അടക്കം എന്നാണോ? ഒരു സിനിമ സ്വാഭാവികമായിട്ട് എടുക്കുമ്പോൾ അവർ വന്നിട്ട് ഈ പറയണ ആക്ട് ചെയ്യുക, ഡബിങ്ങിന് വരിക, പിന്നെ അതിനുശേഷം പ്രൊമോഷന് വരിക, ഇതെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഇതുള്ളത് കൊണ്ട് ചിലപ്പോൾ അവരോട് ചോദിക്കാൻ പേടിയാണ്. ഇനി അവരെന്ത് വിചാരിക്കുമോ, അവരൊരുമാതിരി റേഷൻ പോലെയാണ്. ഓക്കെ, ഞാൻ 2 ദിവസം വരാം, ഇന്ന ദിവസങ്ങളിൽ വരും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ രേഖാചിത്രത്തിന് ആസിഫ് എത്രയോ തിയേറ്ററുകളിൽ ഒരു മടിയില്ലാതെ രാത്രിയും പകലുമായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ചാക്കോച്ചൻ്റെ സിനിമയായിരിക്കും, ചാക്കോച്ചൻ ഒരു മടിയില്ലാതെ ഇത് ചെയ്യുന്നതാണ്. ഇപ്പോൾ 2018 വളരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രൊഡ്യൂസറിൻ്റെ എന്ന് വെച്ചാൽ സിനിമ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വരുന്ന പൈസയും അതിൻ്റെ ലാഭവും നഷ്ടമൊക്കെ പ്രൊഡ്യൂസറിനാണ്. അപ്പോൾ ആ ഒരു ജേർണിയിൽ അത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസറിന് ഇത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ കൂടെ നിൽക്കും. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഒരുത്തൻ പെട്ടുപോയി, ഇനിയിപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ഇതിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ പുറത്തൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഈ ദുബായിലും പുറത്തൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ പലപ്പോഴും നമ്മളോട് ഇവിടെ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ റിലീസ് ആകുമ്പോഴൊക്കെ ചോദിക്കുന്നത്, കാണണോ? അവർ കുറച്ചുകൂടെ കാശ് കൊടുത്ത് കാണുന്നതാണ് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ. അവിടെ എങ്ങനെയാണ് ഈ ഒരു സിനിമ എന്നുള്ള ബിസിനസ്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ ഇത്തരം കോടികൾ മുടക്കി ഇവിടെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിനെ പോലെ ദുബായിൽ പ്രൊമോഷന് വേണ്ടി കൊണ്ടുവരാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം എനിക്ക് അങ്ങനെയെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് അറിയില്ല, 150 രൂപ അങ്ങനെ അതിൽ 30% ടാക്സ്, പിന്നെ അതിനുശേഷം തിയേറ്ററിൻ്റെ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഒരു പ്രൊഡ്യൂസറിന് കിട്ടണമെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയാണ്. ദുബായിൽ, അതായത് GCCയിൽ ആവറേജ് ഒരു സിനിമ ഒരാൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഒരു പ്രൊഡ്യൂസറിന് കിട്ടുന്നത് 300 രൂപയാണ്. അപ്പോൾ എത്ര ഇരട്ടിയാണ് അവിടെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. എന്നിട്ട് പോലും നമ്മൾ ഇവിടെ നിന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രൊമോഷൻ നടത്തണില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കണം? എനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടല്ല. ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് എന്തൊക്കെ തലകുത്തി മറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന GCCയിലുള്ള ജനങ്ങൾ അങ്ങനെ വെറുതെ വന്നിട്ട് സിനിമ കാണില്ല. വ്യാഴാഴ്ച ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളിയാഴ്ച ആയിട്ടുണ്ടെങ്കിലും ഇവർ ഈ വന്ന സോഷ്യൽ മീഡിയയിലുള്ള സിനിമന്, അതിപ്പോൾ എല്ലാവരും പറയുന്ന സത്യമൊന്നുമല്ല, എന്നാലും ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. ഇപ്പോൾ ഒരു 5 ചാനലല്ലെന്നുണ്ടെങ്കിലും റിവ്യൂസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം സിനിമയുടെ ഒരു സ്വഭാവം കിട്ടും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞിട്ട് മാത്രമാണ് സിനിമ ഇത് ചെയ്യണം. ഇപ്പോൾ ഒരു സിനിമനെ പറ്റി ഒരു 5 പേരും വളരെ മോശമാണ്, ഇതാണ് കാര്യം, തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒരുത്തരം വേണമെങ്കിൽ പൂട്ടിയിട്ടണോ, ഒരു ശത്രുവാണെങ്കിൽ അവനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര നല്ല സിനിമയാണ് നമ്മൾ പോകില്ല. അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ മോശമായിട്ട് ഇവന് ഒരു പണിയില്ലെന്നുണ്ടെങ്കിൽ വേറെ ഇത് ചെയ്തുകൂടെ, ഏത് പ്രൊഡ്യൂസറിനായിരിക്കാം, പറയണ ഡയറക്ടറിനായിരിക്കും, അങ്ങനെ എന്താണ് നഖശികാന്തം അതിനെ ഇത് ചെയ്യണ ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആൾക്കാർ സിനിമക്ക് പോകില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ സിനിമ അവിടെ വെച്ചിട്ട് അവസാനിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ഒരു നല്ല ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ഷോ തുടങ്ങി അവിടെ ഭയങ്കരമായിട്ട് ടിക്കറ്റ് ബുക്കിംഗ് കൂടും. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കതിൽ വിശ്വാസമുള്ളതുകൊണ്ട്, അപ്പോൾ ഞാനവിടെ ഭയങ്കര ഇവരെ കൊണ്ടുവന്ന് കുറേ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ഇവിടെ ഒരു സിനിമ റിലീസായി. ഇവിടെ നിന്ന് വന്നത് നെഗറ്റീവ് ഇതാണെന്നുണ്ടെങ്കിലൊക്കെ ഇവന്മാരൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊമോഷൻ നടത്തിയതല്ല, നമുക്കൊന്ന് പോയി കാണാമെന്ന് ചിന്തിക്കണം ഒരു മനുഷ്യനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കൺട്രോളിന്റെ അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു നിലവാരമൊക്കെ വളരെ താഴ്ന്ന റിവ്യൂ സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ യൂട്യൂബിലുള്ള, അത് ബാധിക്കുന്നുണ്ടോ? അല്ല, അത് ഈ പറയണ എനിക്ക് വേണം ഒരുമാതിരി സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു 8 ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നിയാക്കണത്. അതിലും ചിലതൊക്കെ എനിക്ക് പെയ്ഡാണെന്ന് വളരെ സംശയം തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പെയ്ഡാണ്. അതെ, അവർ പറയണത് പെയ്ഡാണെന്ന്. പെയ്ഡ് മീൻസ് സിനിമ മോശമാവണമെന്നും പറഞ്ഞിട്ട് ആരും ഇത് ചെയ്യില്ല. അത് ചിലപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഇരിക്കണ ആരെങ്കിലും പ്രൊഡ്യൂസറിൻ്റെ വല്ല ശത്രുക്കൾ വല്ല ഉണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്ന് മാത്രമാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറയണ അല്ലാതെ ഒരു സിനിമന ഇത് ചെയ്യണം ആ രീതിയിൽ വന്നിട്ടുണ്ടെന്ന് ഞാനിത് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ഇതുവരെ ഇടപെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറേ ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് പേര് കേട്ട് കഴിയുമ്പോൾ അതിലെ കാര്യം ഉണ്ടെന്നുള്ളതാണ്. നെഗറ്റിവിറ്റി വല്ലാതെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതെ, നെഗറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ആൾക്കാർ അത് വാക്കുകൾ കുറച്ചും കൂടി സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, ഇപ്പോൾ എൻ്റെ ഒരു സിനിമ ഇറങ്ങി, അപ്പോൾ റിവ്യൂ പറയണം നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവനാ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് വാരടച്ചിട്ട് ഫുൾ ആ സിനിമ കാണിക്കണമെന്ന് ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ആ സിനിമ അത്ര മോശമാണെന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ ഇവർ മനസ്സിലാക്കണം സിനിമ മോശമാണ്, പക്ഷെ ആ സിനിമക്ക് ഏതെങ്കിലും ഒരു വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ കയറിപ്പോട്ടെ, അത്ര മോശമായിട്ട് പറയണ്ട. പക്ഷെ അവർക്ക് പറയാം അതിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ ആക്ടിങ്ങിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ മ്യൂസിക് ഇങ്ങനെ ഇരുന്ന് ആ രീതിയിലൊക്കെ അവരുടെ ഒരു ജെന്യുയിനായിട്ടുള്ള കാര്യം പറയാം. അതിൻ്റെ അപ്പുറം ബാക്കിയുള്ള ഇങ്ങനത്തെ ഉണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള ഇത്, അത് ഒഴിവാക്കണം നല്ലതായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സിനിമ മോശമായാൽ, ഇപ്പം ഞാനൊരു സിനിമ എടുക്കണം, ഞാൻ വിചാരിക്കേണ്ടത് ഒരു മോശമായിട്ടുള്ള സിനിമ തന്നെ എടുക്കണം. അതുകൊണ്ട് ഒരു മോശം സ്ക്രിപ്റ്റ് തപ്പിയെടുത്ത് ഏറ്റവും മോശം ഒരു ഡയറക്ടറെ കൊണ്ടുവന്ന് അഭിനയിക്കാൻ ഒട്ടും അറിയാൻ പാടില്ലാത്ത ഒരിക്കലും ചെയ്യുമല്ലോ. എന്നാലും തലക്കാസ് കൊണ്ടുവന്നെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എപ്പോഴും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്താക്കണം. പക്ഷെ അവൻ്റെ നോളജ് ഇത്തിരി കുറവായതുകൊണ്ട് അവനൊരു നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല, ഡയറക്ടർ ഇങ്ങനത്തെ ഒരു ഉടായ്പാണെന്ന് അറിയാൻ പറ്റിയില്ല, അഭിനയിക്കുന്ന ആൾ ഇത്ര ഒന്നും അറിയാൻ പറ്റില്ല. അത് അവൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്, അല്ലാതെ അവനത് ഭയങ്കര കുറ്റമല്ല ചെയ്താക്കണത്. മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വന്നുപോയി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് സിനിമ പോണിങ്ങാണ്ട് പോട്ടെ, എന്തെങ്കിലും അല്ലെങ്കിൽ അവനൊരു കഞ്ഞി കുടിക്കാനായിട്ടുള്ള എന്തെങ്കിലും അത് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം ഈ പറയുന്ന രീതിയിൽ ഒരു വെട്ടിമുറുക്കണ ഇത് ഒഴിവാക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു സൈഡ് പറയും ഞങ്ങൾ കാശ് കൊടുക്കുന്നതല്ലേ, അപ്പം നമുക്ക് പറയാമല്ലോ. മറ്റേ സൈഡ് പറയും കാശ് കൊടുക്കുന്ന എത്രയോ സാധനങ്ങൾ മേടിക്കുന്നു, വാങ്ങിയ ഉടനെ പൊട്ടിപ്പോകുന്ന ഒരു ചെറിയ എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകാറില്ലല്ലോ.
രണ്ട് ആർഗ്യുമെന്റും നടക്കാറുണ്ട് ഇവിടെ. കാശ് കൊടുക്കുന്നു എന്ന് അല്ല വെച്ചാൽ ഇത് സാധാരണ ഇപ്പം ഞാൻ ഈ സിനിമ ഒന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പം ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ സിനിമനെ ഇതേപോലെ ഡീഗ്രേഡ് ചെയ്യണമെങ്കിൽ എനിക്കങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ഒരു പെയിൻ എനിക്കറിയില്ല, എന്താണെന്ന് അറിയില്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളെ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ ചില റെസ്റ്റോറൻറ്റുകളെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് പോയിസണാ അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ വല്ല പഴുതാരം എന്തെങ്കിലുമൊക്കെ ഇടുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പറയണ ഇടതുകാലിന് പകരം വലതുകാല് ഓപ്പറേഷൻ നടത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം ഈ പറയണ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും എത്രയോ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ തുറക്കുന്നു, എത്രയോ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുന്ന ആൾക്കാരുടെ ഇടുന്ന റിവ്യൂസ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ റെസ്റ്റോറൻറ്റ് ദോശ കരിങ്കല്ലുപോലെ ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റേതാണ് ചട്നിയാണ്, ഇത് ഒന്നുമില്ല. അവിടെ തന്നെ ചിലപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുമായിരിക്കും അവിടെ കയറി പോകല്ലേട്ടെ ഇതാണെന്ന് പറയണത് മാത്രമേ ഉള്ളൂ. അവിടെ വന്നാൽ അവൻ ഈ പൈസ മുടക്കിയിട്ട് തന്നെയല്ലേ ഭക്ഷണം കഴിച്ചാക്കണം, മനസ്സിലായില്ല. അവൻ്റെ വിശപ്പ് മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്താക്കണം. എന്നിട്ട് അവന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ എത്രയോ ഇതുണ്ട്, അല്ലെങ്കിൽ നമുക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. മിക്കവരും ചെയ്യണം എന്താണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൈ കഴുകി പൈസ കൊടുത്തിട്ട് പോകും. ഇതല്ലേ സംഭവിക്കുന്നത്. നമ്മൾ എത്ര പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ചിലപ്പോൾ ഒരു അറിയുന്ന സ്വഭാവമുള്ള ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കുള്ളൂ. പക്ഷേ ഒരു സിനിമയുടെ ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ നോക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്രയോ റെസ്റ്റോറൻറ്റുകൾ തുറക്കുന്നുണ്ട്. ആരെങ്കിലും യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ XY റെസ്റ്റോറൻറ്റ് അവിടെ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ അതിൽ നിന്ന് ഇറങ്ങി വന്നെ അവൻ എന്താണ് പറയുന്നത്, നമ്മളൊരിക്കലും ഇതുവരെ നോക്കിയിട്ടില്ല. ഡെയിലി എത്രയോ റെസ്റ്റോറൻറ്റുകളാണ് ഈ സിനിമ വന്ന പോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ എല്ലാ സിറ്റികളിലും വന്നുണ്ട്. അപ്പോൾ ആരും അതിനെപ്പറ്റി ചെയ്യണില്ല. പക്ഷേ ഒരു സിനിമ വരുമ്പോൾ ഈ പറഞ്ഞ ഞാൻ പോലും ഇപ്പോൾ ഒരു സിനിമ XY ആണെങ്കിൽ വ്യാഴാഴ്ച ഉച്ച കഴിയുമ്പോൾ വെറുതെ XY തിയേറ്റർ റെസ്പോൺസ് ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും അറിയാനായിട്ടുള്ള ആകാംക്ഷയുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരു എന്താ പറയണത്, നേരത്തെ പറഞ്ഞ ഒരു സിനിമയുടെ മാജിക് അത്. സാറിന് ഇനി വരാനിരിക്കുന്ന പ്രൊജക്ട് ഡിസ്കഷൻ സ്റ്റേജ് ഇനിയിപ്പോൾ വരാനുള്ളത് അടുത്ത കാവ്യ ഫിലിം എന്നുള്ള ഉജ്ജയിനി എന്ന് പറയുന്ന സിനിമയാണ്. ഹരിഹരൻ സർ, ഞങ്ങളതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും അത് തന്നെയാണ് സിനിമ. അതിനിടയ്ക്ക് ഇങ്ങനെ വേറെ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യാം. ഒരു കുതിര കുതിര എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ അനൗൺസ് ചെയ്തില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ അതിൻ്റെ റൈറ്റേഴ്സിൻ്റെയും ഡയറക്ടറിൻ്റെ കൂടെയൊക്കെ കുറേ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുകയും ഇതൊക്കെ ചെയ്തതാണ്. നമ്മളതിൻ്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടി ഞാനൊരു അത്യാവശ്യം എമൗണ്ടും ഇത് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രതീക്ഷയിലൊക്കെ വളരെ മുകളിലോട്ട് പോയി. അപ്പോൾ എനിക്കത് ഒരു റിസ്ക് ആയിട്ട് തോന്നി. റിസ്ക് മീൻസ് ഒരു ചെറിയ റിസ്ക്കാണ് ഞാൻ എടുത്താൽ, വലിയ റിസ്ക് ആയിട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാനതിൽ നിന്ന് മാറി. പക്ഷെ അവർ വേറെ പ്രൊഡ്യൂസറിന് നോക്കുന്നുണ്ട്, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരായിരുന്നു നമ്മുടെ അടുത്ത് അപ്രോച്ച് നമ്മളുടെ അടുത്ത് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ നിന്ന് പോന്നിരുന്നു. അപ്പോൾ ഉജ്ജയിനിക്ക് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഹരിഹരൻ സാറിൻ്റെ ഒരു ഉജ്ജയിനി ഹരിഹരൻ സാറ് സ്ക്രിപ്റ്റ്, പിന്നെ ജയമാർ സാർ IAS രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ലിറിക്സ് അങ്ങനെ കുറേ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റുകളുടെ ഒന്നും ഇതായിട്ടില്ല. അതിൻ്റെ സോങ് ഒരു 6 സോങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അമിത് ത്രിവേദിയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതിൻ്റെ മ്യൂസിക് കമ്പോസിങ് എല്ലാം ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വർക്കുകൾ ഇങ്ങനെ അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. ഒന്നും അറിയാമല്ലോ, ഉജ്ജയിനി എന്ന് പറയുമ്പോൾ ഒരു പീരിയോഡിക് സോങ് ഇതാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ വർഷം തന്നെ ചിലപ്പോൾ ഒരു പകുതിയോടുകൂടി എൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കണം. ഭംഗിയായിട്ട് പോയിക്കൊണ്ട് അല്ല ഭംഗിയായിട്ട് അതിൻ്റെ വർക്കുകൾ പോയിക്കൊണ്ടിരിക്കണം. താങ്ക് യു സോ മച്ച് സാർ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ. താങ്ക് യു.